നമസ്കാരം. റിഡ്മൻ ലൈറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഓൾറെഡി റിഡ്മൻ ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നത് മറ്റൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തവർക്ക് റിഡ്മൻ ലൈറ്റിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ഡാറ്റാബേസ് സെലക്ഷൻ ഓപ്പൺ ചെയ്ത് വരും. ഫിനാൻഷ്യൽ സെലക്ഷൻ ഓപ്പൺ ചെയ്ത് വരും. ഇതിൽ ഏത് ഫിനാൻഷ്യർ ആണോ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ടത് ആ ഫിനാൻഷ്യർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അമർത്തുക. ഒന്നിലധികം ഫിനാൻഷ്യറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ അമർത്തി കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ബൈ ഡിഫോൾട്ട് ഇതിൻ്റെ യൂസർ നെയിം അഡ്മിൻ ആണ്. പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്വേഡ് പിന്നീട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിലേക്ക് ലോഗിൻ ആയി. ഇതിൻ്റെ മെനൂസ് രണ്ട് തരത്തിൽ അവൈലബിൾ ആണ്. ഒന്ന് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് ടോപ്പിൽ കാണുന്ന ഡ്രോപ്പ് ഡൗൺ മെനൂസ്, രണ്ടാമത്തത് റൈറ്റ് സൈഡിൽ കാണുന്ന ക്വിക്ക് മെനൂസ്. ഈ ക്വിക്ക് മെനു ഹൈഡ് ചെയ്യാനും ഷോ ചെയ്യാനും സാധിക്കും. ഇവിടെ മാസ്റ്റേഴ്സിൻ്റെ അകത്ത് ഷോ ക്വിക്ക് മെനു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വിക്ക് മെനു ഹൈഡ് ആകും. അഗെയിൻ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വിക്ക് മെനു ഓപ്പൺ ആവുകയും ചെയ്യും. ഇതിലിനി എങ്ങനെ ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് പർച്ചേസ് എൻ്റർ ചെയ്യാം. പർച്ചേസ് ട്രാൻസാക്ഷൻ്റെ അകത്ത് പർച്ചേസ്, അൺരജിസ്റ്റേർഡ് പർച്ചേസ് എന്നിങ്ങനെയുണ്ട്. ഇതുകൂടാണ്ട് സെയിൽസ്, B2B, B2C, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, കൊട്ടേഷൻ, പർച്ചേസ് ഓർഡർ മുതലായ ട്രാൻസാക്ഷൻ്റെ എല്ലാ ലിങ്കുകൾ, ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇത് തന്നെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ട്രാൻസാക്ഷൻ്റെ അകത്ത് പർച്ചേസ് അൺരജിസ്റ്റേർഡ്, ഈ സെയിം മെനൂസ് എല്ലാം ഇവിടെയും അവൈലബിൾ ആണ്. സോ ആദ്യമായി ഞാൻ പർച്ചേസ് ക്ലിക്ക് ചെയ്യുന്നു. പർച്ചേസിൻ്റെ സ്ക്രീൻ ഓപ്പൺ ചെയ്ത് വരും. ആദ്യമായിട്ട് നമ്മൾ ന്യൂ ബട്ടൺ അമർത്തുന്നു. ന്യൂ ബട്ടൺ അമർത്തിയതിന് ശേഷം എന്താണ് പർച്ചേസ് ഡേറ്റ് അത് കൊടുക്കുന്നു. അതിനുശേഷം പർച്ചേസ് വൗച്ചർ നമ്പർ നമുക്ക് എൻ്റർ ചെയ്യാം. ഇനി ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് പർച്ചേസ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ഒരു ലെറ്റർ അടിച്ചപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടികളുടെ എല്ലാം പേര് അവിടെ കാണിച്ചു. ഇൻ കേസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടി ഇതിലില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ന്യൂ പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിയുടെ സ്ക്രീൻ ഓപ്പൺ ചെയ്ത് വരും. ഇതിലേക്ക് നമുക്ക് പാർട്ടിയുടെ പാർട്ടിയുടെ പേര് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ XYZ സപ്ലയർ എന്ന് പേര് കൊടുത്തു. പാർട്ടിയുടെ കോണ്ടാക്ട് പേഴ്സന്റെ ഇൻഫർമേഷൻ, അഡ്രസ്, പ്ലേസ്, ഇൻഫർമേഷൻ എല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇത്രയും കൊടുത്ത് സേവ് ചെയ്യാം. ആ പാർട്ടി സേവായി. എസ്കേപ്പ് അമർത്തി കഴിഞ്ഞാൽ പാർട്ടിയുടെ സ്ക്രീൻ ക്ലോസ് ആകും. അഗെയിൻ നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടി കിട്ടുന്നതാണ്. പാർട്ടി സെലക്ഷൻ കഴിഞ്ഞു. ഇനി ഐറ്റം സെലക്ട് ചെയ്യാം. ഐറ്റം സെലക്ട് ചെയ്യാനായിട്ട് ഐറ്റത്തിൽ വന്നിട്ട് അഗെയിൻ പ്രൊഡക്റ്റിൻ്റെ പേരിൻ്റെ ഏതെങ്കിലും ലെറ്ററോ ഏതെങ്കിലും കൊടുക്കാം. സോ ദാറ്റ് പേര് സെർച്ച് ചെയ്യും. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഐറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ന്യൂ ഐറ്റം എന്നുള്ള ഓപ്ഷൻ ഡ്രോപ്പ് ഡൗണിൽ തന്നെ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഐറ്റം മാസ്റ്റർ ഓപ്പൺ ചെയ്ത് വരും. അതിൻ്റെ അകത്ത് പുതിയൊരു ഐറ്റം കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് 150 ഗ്രാംസ് എന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇനി ഇതേത് ഗ്രൂപ്പിൽ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ ബാത്ത് സോപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് മാത്രമേ ക്രിയേറ്റ് ആയിട്ടുള്ളൂ. നമുക്കൊരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാനിവിടെ ഗ്രൂപ്പിന്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള പ്ലസ് ബട്ടൺ അമർത്തിക്കൊണ്ട് ഗ്രൂപ്പിന്റെ മാസ്റ്റർ എടുക്കുന്നു. ഇതിൻ്റെ അകത്ത് ഗ്രൂപ്പ് നെയിം ഞാൻ ടൂത്ത് പേസ്റ്റ് എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. ഇവിടെ നോക്കാം. ഇവിടെ പുതിയതായിട്ട് ഈ ഡ്രോപ്പ് ഡൗൺ റിഫ്രഷ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെ റിഫ്രഷ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിഫ്രഷ് ആവും. ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യാം. ഇനി ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് നമുക്ക് കൊടുക്കാം. GST പെർസെൻറ്റേജ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ഈ സെല്ലിംഗ് പ്രൈസ് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആണോ അല്ലയോ എന്നുള്ളത് ഇവിടെ റേറ്റ് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് എന്നുള്ള ടിക്ക് വഴി നമുക്ക് കൊടുക്കാം. MRP നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ MRP കൊടുക്കാം. ഇതിന്റെ യൂണിറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റും അതുപോലെ തന്നെ GST പ്രകാരമുള്ള യൂണിറ്റ് എന്താണെന്നുള്ളത് കൊടുക്കാം. ഇത് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ
ഗുഡ്സ് കൊടുക്കാം. ഇനി സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഈ ടെക് എടുത്ത് കളയാവുന്നതാണ്. ഐറ്റം കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരും. മാനുഫാക്ചർ, HSN കോഡ്, ഈ ഡാറ്റസ് എല്ലാം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിന്റെ റാക്ക്, PLU നമ്പർ, ഇത്രയും ഡാറ്റാസ് കൊടുത്തിട്ട് ഇനി ഇതിനെങ്കിലും ഓപ്പണിംഗ് സ്റ്റോക്ക് ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര ഓപ്പണിംഗ് സ്റ്റോക്കാണ്, എത്ര റേറ്റ് വെച്ചിട്ടാണ് അതിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ളത്, ഇൻഫർമേഷൻ ഇതിൻ്റെ അകത്ത് കൊടുക്കാം. പ്രീ ഓർഡർ ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രീ ഓർഡർ ലെവലിൽ കൊടുക്കാം. ഇത്രയും കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. സോ ഐറ്റം സേവ് ആയി. ഇവിടെ ഐറ്റം കോഡ് 00002 എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം കോഡും കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ സ്ക്രീൻ ക്ലോസ് ചെയ്യാം. എസ്കേപ്പ് അമർത്തി കഴിഞ്ഞാൽ ഐറ്റത്തിന്റെ സ്ക്രീൻ ക്ലോസ് ആവും. ഇവിടെ നിന്ന് ഐറ്റം സെലക്ട് ചെയ്യാനായിട്ട് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നിൽ കോഡ് കൊടുക്കാം 00002 എന്ന് എൻ്റർ ചെയ്ത് കീബോർഡിൽ എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ഐറ്റം ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ആകും. ഇനി അതല്ല, നമുക്ക് ഐറ്റത്തിന് നേരിട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐറ്റത്തിന്റെ പേര് ടൈപ്പ് ചെയ്ത് ഐറ്റത്തിന്റെ കോളത്തിൽ വെച്ചിട്ട് പേര് ടൈപ്പ് ചെയ്ത് ഇതിന് ചെയ്യാവുന്നതാണ്. ഇനി ഇത് എത്ര ക്വാണ്ടിറ്റി മേടിക്കുന്നു, അതിൻ്റെ അകത്ത് എന്ത് വിലയ്ക്കാണ് മേടിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. ഇതിന്റെ ടാക്സ് പാർട്ടുകളെല്ലാം സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഇൻഫർമേഷൻ കൊടുത്തു. ഇതിന്റെ ടോട്ടൽ എമൗണ്ട് എല്ലാം താഴെ കാണിച്ചു. ഇനി റൗണ്ട് ഓഫ് ആയിട്ട് എന്തെങ്കിലും എമൗണ്ട് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റൗണ്ട് ഓഫ് എമൗണ്ട് കൊടുക്കാവുന്നതാണ്. ഇത്രയും കൊണ്ട് ബില്ല് സേവ് ചെയ്തു. അപ്പോൾ ഇതിന്റെ പേയ്മെന്റ് ഇൻഫർമേഷൻ ചോദിച്ചു. ഞാൻ ഇതിൻ്റെ അകത്ത് 2000 കൊടുത്തത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. സോ ദാറ്റ് എൻ്റെ ബാലൻസ് എല്ലാം കാണിച്ചു തരും. ഈ എമൗണ്ട് കൊടുത്തിട്ട് സേവ് ചെയ്യാം. സോ ഇങ്ങനെ ഒരു പർച്ചേസ് എൻ്റെ കഴിഞ്ഞു. നമ്മുടെ മറ്റെല്ലാ സ്ക്രീനുകളും ഇനി സെയിൽസ് B2B, സെയിൽസ് B2C, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, ഇതെല്ലാം ഇതേപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു സെയിൽസ് B2C ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. സെയിൽസ് B2C സ്ക്രീൻ എടുത്തു, ന്യൂ അമർത്തി. ഞാൻ ക്യാഷ് കസ്റ്റമർ എന്നാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പർച്ചേസിൻ്റെ കാണിച്ചതുപോലെ ആഡ് ന്യൂ പാർട്ടി എന്ന് കൊടുത്തിട്ട് കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പ്രൊഡക്റ്റിന്റെ പേര് പറഞ്ഞു കൊടുത്തു, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു. ഇതിന്റെ സെല്ലിംഗ് പ്രൈസ് ഞാൻ ഓൾറെഡി 445 റുപ്പീസ് എന്ന് സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് റേറ്റ് വന്നു. 2 എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. 90.02 0.2 പൈസ ഓട്ടോമാറ്റിക് റൗണ്ട് ഓഫ് ആയി. സേവ് ചെയ്യാം. ടോട്ടൽ എമൗണ്ട് കാണിച്ചു. കസ്റ്റമർ 100 രൂപയാണ് തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ബാലൻസ് എമൗണ്ട് 10 രൂപ കൊടുക്കണം ഇവിടെ തന്നെ കാണിച്ചു. സേവ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിൽ കാണിച്ച മാസ്റ്റേഴ്സ്, ഇവിടുത്തെ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് എളുപ്പത്തിൽ മാസ്റ്റേഴ്സ് ആക്സസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിരുന്നു. ഈ മാസ്റ്റേഴ്സ് എല്ലാം നേരിട്ടും അവൈലബിൾ ആണ്. ഇവിടെ ക്വിക്ക് മെനുവിൽ ഐറ്റം ഗ്രൂപ്പ്, ഐറ്റം മാസ്റ്റർ, പാർട്ടി ഇതെല്ലാം കാണാം. ഇതുപോലെ തന്നെ മാസ്റ്റർ എന്ന് പറയുന്ന മെനുവിൻ്റെ അകത്തും കമ്പനിയുടെ മാസ്റ്റർ, ഐറ്റം ഗ്രൂപ്പ്, ഐറ്റം ടാക്സ് ഗ്രൂപ്പ്, പാർട്ടി, ബൾക്ക് പ്രൈസ് സെറ്റിംഗ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെയും അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ റിപ്പോർട്ടുകൾ, നമുക്ക് 2 തരത്തിലുള്ള റിപ്പോർട്ടുകൾ. ഒന്ന് സ്റ്റോക്ക് റിപ്പോർട്ട് എടുത്ത് ഷോ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റോക്ക് റിപ്പോർട്ട് ഗ്രൂപ്പ് വെച്ച് സെലക്ട് ചെയ്ത് കാണിക്കും. ബാത്ത് സോപ്പിന്റെ ഗ്രൂപ്പിൽ എന്തൊക്കെയുണ്ട്, ടൂത്ത് പേസ്റ്റിന്റെ ഗ്രൂപ്പിൽ ഏതൊക്കെ പ്രൊഡക്റ്റ്, അതിന്റെ HSN, ഓപ്പണിംഗ്, ഇൻ, ഔട്ട്, ക്ലോസിംഗ്, വാല്യൂ, യൂണിറ്റ്, ഇൻഫർമേഷൻ എല്ലാം ഇതിൻ്റെ അകത്ത് കാണിച്ചു തരും. അതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് മുതലായ ഇൻഫർമേഷൻ, അതായത് അതിന്റെ ട്രാൻസാക്ഷന്റെ ലെഡ്ജർ നമുക്ക് കാണിച്ചു തരും. ഇതുപോലെ തന്നെ സെയിൽസ് റിപ്പോർട്ട് എടുത്തിട്ട് ബൈ ഡിഫോൾട്ട് കറണ്ട് ഫിനാൻഷ്യൽ സ്റ്റാർട്ട് തൊട്ടിട്ട് കറണ്ട് ഡേറ്റ് വരെ ആയിരിക്കും ഡേറ്റ് കിടക്കുന്നുണ്ടാവുക. ഈ ഡേറ്റ് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഗ്രൂപ്പ് മന്ത്ലി, ഗ്രൂപ്പ് ഡെയിലി ഓപ്ഷൻസ് ഉണ്ട്. ഗ്രൂപ്പ് മന്ത്ലി കൊടുത്തു കഴിഞ്ഞാൽ മന്ത് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്തതിന്റെ സെയിൽസ് ഇൻഫർമേഷൻ കാണിച്ചു തരും. അതിൽ ഡബിൾ ക്ലിക്ക് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ട്രാൻസാക്ഷൻസ്, അതിൽ ഡബിൾ ക്ലിക്ക് കഴിഞ്ഞാൽ ആ സെയിൽസ് വാച്ച് ഓപ്പൺ ചെയ്ത് വരും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓപ്പറേറ്റ് ചെയ്യാം. ഇനി ഇതുകൂടാണ്ട് നമുക്കിതിന് ഉപയോഗിക്കാവുന്നത് GST ഫയലിങ്ങിന് വേണ്ടിയിട്ടാണ്. GST ഫയലിങ്ങിന് വേണ്ടി റിപ്പോർട്ടിൽ ടാക്സ് റിപ്പോർട്ട് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ അകത്ത് പീരീഡ് കൊടുത്തതിന് ശേഷം GSTR1 ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ടൂളിൽ ഉപയോഗിക്കുന്ന എക്സൽ ഫയലിലേക്കുള്ള ഡാറ്റാസ് സിസ്റ്റം ഫിൽ ചെയ്ത് തരുന്നതാണ്. സോ ഇങ്ങനെയാണ് നമുക്ക് റിൻവെൽ ലൈറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. താങ്ക് യു.